രാജ്യം പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ് നിലവിലെ രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടമായി നടക്കും. കേരളത്തിൽ പോളിംഗ് ഏപ്രിൽ 23-ന്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് SR ശക്തിധരൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, GV ഹരി, കോൺഗ്രസ് നേതാവ്, ഒപ്പം P ശ്രീകുമാർ, ജന്മഭൂമി. ഏതായാലും P ശ്രീകുമാറിലേക്ക് തന്നെ പോകുന്നു. ശ്രീകുമാർ, 2014-ൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് നമുക്കറിയാം വളരെ നിർണായകമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു ഏട് കുറിച്ചുകൊണ്ട് മൃഗീയമായ ഭൂരിപക്ഷത്തിലുമാണ്. നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളാകെ പാടെ മാറപ്പെട്ടതായി ഒക്കെയുള്ള കണക്കുകൂട്ടലുകൾ വരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അങ്ങനെ ചില ചൂണ്ടിക്കാണിക്കലുകളും നടത്തുന്നുണ്ട്. തികഞ്ഞ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുമോ മോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ശ്രീകുമാർ, അത് തികഞ്ഞ വിശ്വാസം തന്നെയായിരിക്കും നേരിടുന്നത്. കഴിഞ്ഞ തവണ മോഡി തരംഗം എന്നൊരു തരംഗം ഉണ്ടാക്കി മോഡി ജയിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളരെ പ്രചരണം, BJP ചിട്ടയായിട്ട് പ്രവർത്തിച്ചു. കോൺഗ്രസിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെ കുത്തൊഴുക്ക്, ഇതൊക്കെ BJPയെ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയത്തിലേക്ക് നയിച്ചു. അതേ മോഡി സർക്കാരിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളും രാജ്യത്തിനുണ്ടായ പുരോഗതിയും രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കിട്ടിയ അംഗീകാരങ്ങളും, അതായത് സംസ്ഥാനങ്ങളിൽ നടന്ന ഭരണങ്ങളുടെയൊക്കെ മികവൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണയും മോഡി സർക്കാർ അധികാരത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് തേടുന്നത്. ആ ഒരു മോഡിയെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ മോഡി സർക്കാരിന് വീണ്ടും ഭരണത്തിലെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത്രയും വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഓരോരോ ചെറിയ വിഷയങ്ങളിട്ട് നോൺ ഇഷ്യൂസ് ഒക്കെ വലിയ വിഷയമാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഞാൻ റാഫേൽ അഴിമതി ഒന്നും, അതിന് വേറൊരു അഴിമതി ഇതുവരെ പറയാൻ പറ്റാത്തതിന്റെ നാണക്കേട് മാറ്റാൻ വേണ്ടി റാഫേൽ എന്നൊരു വിഷയം എടുത്തിട്ടു. റാഫേൽ അല്ലാതെ വേറെ അഴിമതി ഉള്ളത് അല്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ അവസാനം എല്ലാ പ്രാവശ്യങ്ങളും ഇപ്പം പശുവിന്റെ പേരിലുള്ള കൊലപാതകം, ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മോഡി സർക്കാർ ഭരിച്ച ഈ 5 വർഷം അല്ല ഇത്ര കൊലപാതകം ഉണ്ടാകുന്നത്. വടക്കേന്ത്യയിൽ ഇത്രയുള്ള ജാതീയമായ പ്രശ്നങ്ങളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ പശുവിന്റെ പേരിലും അല്ലാതെയും ദളിതിന്റെ പേരിലും ഒക്കെ കൊലപാതകങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാറുണ്ട്. അതായിരുന്നു ഒരു വിഷയം. പിന്നെ രാജ്യത്തൊക്കെ മതസ്പർദ്ധ എന്നൊക്കെ പറഞ്ഞ് ഈ ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത ഒരു 5 വർഷമാണ് ഈ ഭരിച്ചത്. പക്ഷേ വർഗീയ സർക്കാർ എന്നുള്ള ഒരു ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് BJPയെ. ഇല്ലാത്ത ഇഷ്യൂ, നോൺ ഇഷ്യൂസ് ആണ് ശരിക്കും മോഡിക്കെതിരെ ഉണ്ടാക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ പൊളിക്കും. കർഷക വിരുദ്ധ എന്നുള്ള ഒരു പ്രകടനം നടത്തി അതിന് ഇടതുപക്ഷ പാർട്ടികൾ അവർക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ള ശക്തി വെച്ച് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ജാഥകളും പ്രശ്നങ്ങളൊക്കെ നടത്തിയതിന് ഗുണം കോൺഗ്രസ്സുകാർക്ക് കിട്ടി. അതും കൂടെ ഈ അവസാനം നടന്ന 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചെറിയ രീതിയിൽ കോൺഗ്രസിനൊരു വിജയം നേടാൻ പറ്റി. പക്ഷേ കോൺഗ്രസിന്റെ വിജയം നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് മോഡി ഭരിച്ചിരുന്ന മൊത്തം അതിന് ഇടയ്ക്ക് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം ജയിച്ചത് BJP ആണ്. ഈ 3 തെരഞ്ഞെടുപ്പിലും നക്ക് വിജയമാണ്. പാർലമെന്റിലേക്ക് വരുമ്പോൾ സീൻ മാറും. ഇത് BJPക്കെതിരെ അല്ലെ മോഡി സർക്കാരിനെതിരെ ബദൽ ആര് വരുമെന്നാണ് പറയുന്നത്? എങ്ങനെ 44 സീറ്റ് മാത്രമുള്ള അല്ലെ 40 സീറ്റുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരു ബദലാണ്? എത്ര സീറ്റ് കിട്ടണം? എവിടുന്ന് അവർക്കിത് കിട്ടും? അത്ര സ്ഥലത്ത് മത്സരിക്കാൻ പോലും ഇപ്പോൾ ഇല്ല. UP പ്രധാന സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന 2 സീറ്റിലാണ്. അമ്മയും മോനും മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അവിടെയും കഴിഞ്ഞ തവണ അവർ ജയിച്ചു. പക്ഷേ ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്ന SP-യും BSP-യും അവരുടെ കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അവരുടെ വോട്ട് കിട്ടുമെന്ന എൻ്റെ അനുഭവത്തിൽ തിരിച്ചാണ്. ആ വോട്ട് BJPക്ക് കിട്ടും. കാരണം മുലായം സിംഗ് യാദവ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കോൺഗ്രസിനെ ജയിക്കാൻ, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനല്ല അഖിലേഷ് യാദവോ മായാവതിയോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന് അധികമായിട്ട് സീറ്റ് എവിടുന്ന് കിട്ടും? കേരളത്തിൽ നിന്ന് കിട്ടുമോ? എവിടുന്നാണ് കോൺഗ്രസ് അധിക സീറ്റ് പ്രതീക്ഷിക്കുന്നത്? GV ഹരി, ഏതായാലും വ്യക്തമാണ് ശ്രീകുമാറിന്റെ ആ നിരീക്ഷണം, വളരെ കൃത്യമാണ്. ഏതായാലും നോൺ ഇഷ്യൂ ആയ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ക്യാമ്പയിനുകൾ ഉയർന്നു വരുന്നു. രാജ്യത്തെ പ്രതിപക്ഷം അങ്ങനെ ഉയർത്തിയെടുക്കുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. അതിൽ അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് റഫേൽ അഴിമതി, ഒപ്പം പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, കർഷക വിരുദ്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദില്ലിയിലേക്ക് നടന്ന മാർച്ചുകൾ. ഞാൻ അദ്ദേഹം പറയാത്ത 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ദേശീയത തീവ്രമായി യുദ്ധത്തിന്റെയും യുദ്ധസമാനമായ കാര്യങ്ങളുടെയും പേരിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പ്രതിപക്ഷം, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഒരു പക്ഷേ മോദിക്കെതിരെ അതിശക്തമായി ഉന്നയിക്കുന്ന, അദ്ദേഹം പറയുന്നത് പോലെ നിസ്സാരവൽക്കരിക്കപ്പെടാത്ത ആരോപണങ്ങളും ശക്തമായ വിമർശനങ്ങളുമാണ് GV ഹരി. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മോദിയുടെ പ്രഭാവത്തെ, അല്ലെങ്കിൽ ആ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ആ ഒരുമയെ അട്ടിമറിക്കാനുള്ള ശേഷിയിലേക്ക് ഒരു പ്രാദേശിക അനുഭവത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് പറയാൻ കഴിയുമോ? ദേശീയ പ്രതിപക്ഷ നേതൃത്വത്തിന് പറയാൻ കഴിയുമോ? GV ഹരി. അനന്ത്, ഞാൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ചില കണക്കുകൾ പറയാം.
മോഡി സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള എക്കണോമിക് സർവേയിൽ അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചാണ് ശ്രീകുമാർ സംസാരിച്ചത്. ഞാൻ ഒന്ന് രണ്ട് കണക്ക് പറയാം. രാജ്യത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2017 31 ദശലക്ഷം യുവജനങ്ങൾ രാജ്യത്ത് തൊഴിൽ രഹിതരാണ് എന്നാണ് ലോക ബാങ്കിന്റെ കണക്ക്. പുരോഗതിയാണ്. 2018 18.6 ദശലക്ഷം ഇന്ത്യക്കാർ തൊഴിൽ രഹിതരാണ് എന്നും 2019 അത് 18.9 ദശലക്ഷമായി വർദ്ധിക്കും എന്നും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതൊന്നും കോൺഗ്രസ്സുകാർ നടത്തിയ പഠനമല്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ലോക ബാങ്കും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഒരു കണക്ക്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഇവര് പറഞ്ഞത്, അധികാരത്തിൽ വരുമ്പോൾ ഇവർ പറഞ്ഞത് 1 വർഷം 2 കോടി തൊഴിലാണ് യുവജനങ്ങൾക്ക് ഇവർ വാഗ്ദാനം ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം അതിനെക്കുറിച്ച്, കർഷകരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടു. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരള രാജ്യത്ത് ഈ 5 വർഷക്കാലം കൊണ്ട് 36,000 കർഷകരാണ് ഇവിടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 36,000 കർഷകർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ട് കർഷകർ രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് ലോങ് മാർച്ച് നടത്തിയിട്ട് കണ്ടു. നമ്മളെല്ലാവരും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുരോഗതിയെക്കുറിച്ച് ശ്രീകുമാർ സംസാരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയതയെക്കുറിച്ച് ഏറ്റവും അവസാനമായി പരാമർശിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടു, ദേശീയതയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ 44 സൈനികർക്ക് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താ കാര്യം? അതിന്റെ കാരണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ ചെറുപ്പക്കാർ ഈ മിലിറ്റൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയ കണക്കുകൂടി നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത കണക്കുകൂടി ശ്രീകുമാർ പരിശോധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരം വിട്ടൊഴിയുമ്പോൾ വെറും 36 ചെറുപ്പക്കാരാണ് ഇത്തരത്തിലുള്ള മിലിറ്റൻസി ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ടതെങ്കിൽ 2018 വരുമ്പോൾ അതിന്റെ കണക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 196 രാജ്യത്തിനകത്തുള്ള ചെറുപ്പക്കാർ പോലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തു വലിയ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുകയല്ല, മറിച്ച് കണക്കുകൾ നിരത്തിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഈ 45 സീറ്റുള്ള കോൺഗ്രസ് എങ്ങനെയാണ് ഇത്രയും സീറ്റ് പിടിക്കുകയെന്ന്. 60 വർഷക്കാലം നിങ്ങൾ പ്രതിപക്ഷത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ശ്രീകുമാർ വിസ്മരിക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് ഈ രാജ്യത്ത് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വാക്ചാതുര്യത്തിൽ അദ്ദേഹത്തിന്റെ വാചകമടിയിൽ വീണു പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇത്തവണ ഈ കഴിഞ്ഞ പറഞ്ഞിട്ടുള്ള അക്ഷയ ദിൻ മുതൽ ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളും, 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആനന്ദ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പുതിയ പദ്ധതികൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയതായി 157 പദ്ധതികളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഈ കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ചെല്ലാൻ പറ്റാത്തടത്ത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതികളൊക്കെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, ഞങ്ങളുടെ പദ്ധതികളുടെ പേര് മാറ്റി പുതിയ രീതിയിൽ കൊണ്ടുവന്നുള്ള അല്ലാതെ ഒരു പുതിയ കാര്യമെങ്കിലും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്നു 2019 മെയ് 23 തീർച്ചയായും UPA നേതൃത്വം കൊടുക്കുന്ന മൂന്നാമത് UPA രാജ്യത്ത് അധികാരത്തിൽ വരും. തീർച്ചയായും ശ്രീകുമാറിലേക്ക് എത്താം. അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടിയുണ്ട്, വളരെ പ്രസക്തമാണ്. താങ്കൾക്ക് അതിൽ മറുപടി പറയാനും കാണും. ഞാനിപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ SR ശക്തിധരനിലേക്ക് പോകുന്നു. ശ്രീ SR ശക്തിധരൻ, ഒരു പക്ഷേ ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ, ഞാനടക്കമുള്ള ഒരു പുതിയ തലമുറ ഈ ക്യാമ്പയിനുകൾ കേൾക്കുമ്പോൾ അപൂർവമായി അല്ലെങ്കിൽ അസാധാരണമായി നിരന്തരമായി ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഫാസിസം എന്ന വാക്ക്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നുണ്ടോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്ന് താങ്കൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? ആ നിലയിൽ ഒരു അതിതീവ്രമായ ദേശീയതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജനാധിപത്യപരമായ അഭിപ്രായ ഭിന്നതകളെ സ്വരൂപിക്കാൻ അല്ലെങ്കിൽ അതിനെ കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു ഭരണ നേതൃത്വമൊക്കെയായി മോദി ഗവൺമെന്റിനെ ഈ കഴിഞ്ഞ കാലയളവിൽ നിർണായകമായി, അതായത് പൂർണ്ണ അർത്ഥത്തിൽ വിലയിരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. SR ശക്തിധരൻ, എങ്ങനെയാണ് ആ ക്യാമ്പയിനെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എങ്ങനെ ഈ ഘട്ടത്തിൽ താങ്കൾ വിലയിരുത്തുന്നു? SR ശക്തിധരൻ, അതിതീവ്രമായൊരു ദേശീയത വളർത്തിക്കൊണ്ടുവരുന്നതിന് ബോധപൂർവമുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നു എന്നുള്ളതൊരു വസ്തുതയാണ്, അത് നമ്മൾ മറക്കാതിരിക്കണം. പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല ഇന്ത്യയിൽ. ഇപ്പം അതൊരു വലിയ നിരാശയായി തന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നൊരു വസ്തുതയാണ്, ഒരു പരാമർശമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം മോദി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ഭരണ വൈകൃതങ്ങൾ, അവരുടെ
വർഗീയമായ സമീപനങ്ങൾ ജനങ്ങളെ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ വേർതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതാണ് മൊത്തത്തിൽ. അതിനേക്കാളെല്ലാം ഉപരിയായി വലിയ പരിഷ്കാരം എന്നുള്ള നിലയിൽ നോട്ട് നിരോധനം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക പരാധീനതകൾ, ഈ പരാധീനതയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ നിമിഷം വരെ മുക്തി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഇടത്തരക്കാർ, ചെറുകിട കച്ചവടക്കാർ, അതുപോലുള്ള ആ ജനവിഭാഗങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിച്ചതായിരുന്നു ഈ നോട്ട് നിരോധനം. അതിനിപ്പോഴും ന്യായീകരിക്കാനായിട്ടാണ് മറ്റേ ഭരണ സംവിധാനം തയ്യാറാകുന്നത്. അവരുദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ അവരുദ്ദേശിച്ച ഒരു കാര്യം നടന്നു. കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുന്നതിന് ഈ നോട്ട് നിരോധനവും അതുപോലുള്ള ഭരണ സംവിധാനങ്ങളും കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ മറ്റേ സാർവദേശീയ നിലവാരത്തിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർന്നു വന്നു. എവിടെയാണ് അന്തസ്സ് ഉയർന്നത്? ഒന്ന് ഏത് മേഖലയിലാണെന്ന് പറഞ്ഞു തരണം. കുറേ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോട്ട് വിട്ട് യാത്ര ചെയ്തു എന്നുള്ളതല്ലാതെ, വിമാനവും പിടിച്ചു പോയി എന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ അന്തസ്സ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉയർന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മനപ്പായസം ഉണ്ടാകുന്നല്ലാതെ അതൊന്നും ഒരു യാഥാർത്ഥ്യമായ വസ്തുതയല്ല. ഇപ്പം തന്നെ മറ്റേ അമേരിക്കയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം കൊണ്ടുനടന്ന ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരുടെ വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഒഴിവാക്കുന്ന രീതിയിലുള്ള തീരുവ അത് ഏർപ്പെടുത്തിയില്ലേ? ഇതാണോ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തി വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിയിട്ട് നമുക്കുണ്ടായ നേട്ടം ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ? അപ്പോൾ ഇതൊന്നും പറഞ്ഞ് രാജ്യത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ജനങ്ങളിതിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഇപ്പോൾ കോൺഗ്രസിന് 44 സീറ്റേ ഉള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കോൺഗ്രസ് എങ്ങനെയായത്. അല്ലാതെ മോദിയുടെ മിടുക്കുകൊണ്ടല്ല കോൺഗ്രസ് BJP കഴിഞ്ഞ തവണ അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വന്നത്. അത്രയേറെ അഴിമതി കോൺഗ്രസിൻ്റെ കാലത്ത്, UPA ഭരണകാലത്ത് ഉണ്ടായി. അതിൻ്റെ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ല, രണ്ടാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അവിടെയാണ് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനെ നിയന്ത്രിക്കാൻ, ഈ 2 ശക്തികളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അവർ പക്ഷേ ശിഥിലമായി കിടക്കുകയാണ്. അവരെ യോജിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശക്തികളെ നിലക്ക് നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ. രണ്ടാം UPA ഗവൺമെൻറ്റായപ്പോൾ സംഗതിയാകെ തകടം പറഞ്ഞില്ലേ? കൈയിട്ട് വാരലായിരുന്നില്ലേ കോൺഗ്രസ്? എന്തെല്ലാം അഴിമതികളാണ് നടന്നത്? ആ അഴിമതികളുടെ എല്ലാം ഗുണഫലം കിട്ടിയത് BJP ഗവൺമെൻറ്റിനായിരുന്നു. കാരണം അത്തരത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇപ്പുറത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയായിരുന്നു. ശ്രീ പി. ശ്രീകുമാർ, അങ്ങനെ ഒരു നിരീക്ഷണം വരുമ്പോൾ അതിനെ പാടെ തള്ളിക്കളയാൻ താങ്കളും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വലിയ അഴിമതി എന്ന നിലയിലേക്ക് UPA ഗവൺമെന്റിന്റെ അവസാന ഘട്ടം വരുമ്പോൾ കാര്യങ്ങൾ പോകുന്നു. വലിയ ക്യാമ്പയിനുകൾ അതിന്റെ പേരിൽ ഉയർന്നു വരുന്നു. മോദി അത് കൃത്യമായി ഫോക്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ വിശ്വാസം രാജ്യത്തിന് മുന്നിൽ നേടിയെടുക്കാൻ അദ്ദേഹത്തിനായി. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ GV ഹരി ഒക്കെ പറഞ്ഞതുപോലെ, അന്ന് വരെ രാജ്യം കേൾക്കാത്ത, അല്ലെങ്കിൽ ഒരു പക്ഷേ യുവത്വമൊക്കെ വലിയ ഹരത്തോടെ കേട്ട ചില വാക്കുകൾ, അത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിനോട് അദ്ദേഹം സംവദിച്ചു. അഴിമതി വിമുക്തമാകും, ആത്മഹത്യകൾ, കർഷക ആത്മഹത്യകൾ പാടെ രാജ്യത്ത് നിന്ന് തുടച്ചെറിയും, തൊഴിലില്ലായ്മ നീക്കുന്നതിന് വേണ്ടി നേരത്തെ GV ഹരിയൊക്കെ സൂചിപ്പിച്ചത് 1 വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു മോഹിപ്പിക്കുന്ന നിലയിലുള്ളൊരു അപ്രോച്ച് കൂടിയായിരുന്നു. ആ നിലയിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ശ്രീകുമാർ, എങ്ങനെയാണ് അതൊരു മോദി തരംഗം എന്ന നിലയിൽ നിലനിൽക്കുമോ? അങ്ങനെ അതിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം അതൊരു ചെറിയ വിമർശനം മാത്രമാണ്, അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായതല്ല, അതിനെ മറികടക്കാനുള്ള ശേഷി ഈ 5 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നേടിയിട്ടുണ്ടോ? ശ്രീകുമാർ, ശ്രീ ആനന്ദ, ഈ SRS പറഞ്ഞത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാനുള്ള പ്രധാന കാരണം അതുവരെ ഭരിച്ച കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ സംഭവം തന്നെയായിരുന്നു. ഒപ്പം നരേന്ദ്രമോദി അത് നല്ല നരേന്ദ്രമോദി വേവ് എന്ന രീതിയിൽ അത് ജനങ്ങളെല്ലാം സ്വീകരിച്ചപ്പം ജയിച്ചു. ഞാൻ പറഞ്ഞത് BJP പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് കഴിഞ്ഞ തവണ ഉണ്ടായതെന്നാണല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. SRS പറഞ്ഞത് തന്നെ ഞാനും പറഞ്ഞത്. കാരണം കോൺഗ്രസിന്റെ അഴിമതിയായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ തവണ BJPക്ക് എന്നാൽ പ്രതീക്ഷിച്ചതിൽ ഉപരി വിജയത്തോടു കൂടി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒറ്റക്കക്ഷിക്ക് ഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കാനുള്ള പ്രധാന കാരണം കോൺഗ്രസിന്റെ അഴിമതിയായിരുന്നു. അഴിമതി
അഴിമതിയോട് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് BJPക്കെതിരെ അഴിമതി ആരോപണം ഒന്നും വരാതിരുന്നത്. അവസാനം നോൺ ഇഷ്യൂ റാഫേൽ എന്നുള്ള ഇഷ്യൂ ജനങ്ങൾക്ക് ദഹിക്കാത്ത എന്താണെന്ന് പോലും ഇതുവരെ ക്ലാരിഫൈ ചെയ്യാത്ത ഒരു പ്രശ്നം അഴിമതിയായിട്ട് കൊണ്ടുവരിക. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ആനന്ദ് പറഞ്ഞ കാര്യം, ആനന്ദ് പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ BJP തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതല്ല. അതൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നും പറഞ്ഞല്ല കഴിഞ്ഞ തവണ BJP അധികാരത്തിൽ വന്നത്. ഇത്തവണ പറയാൻ പോകുന്ന വിഷയങ്ങളാണ് ശ്രീ ആനന്ദ് പറഞ്ഞത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, കാര്യങ്ങളൊക്കെ മോദി ഇത്തരം വാക്കുകൾ സൂചിപ്പിച്ചതേ ഇല്ല എന്നാണോ? ഇല്ല, കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഓരോരോ സ്കീം പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം വാഗ്ദാനം കൊടുത്തിരുന്നു. അഴിമതി വിരുദ്ധ ഈ കർഷക ആത്മഹത്യകൾ പൂർണ്ണമായും തുടച്ചു മാറ്റുമെന്നൊരു ഉറപ്പ് രാജ്യത്തിന് മുന്നിൽ വെച്ചിരുന്നു ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ മോദി. അല്ല, കർഷക ആത്മഹത്യകളുടെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. കർഷകരുടെ ആത്മഹത്യ കുറയ്ക്കാൻ ഇപ്പൊ നമുക്ക് കേരള ഉൾപ്പെടെ, ഇപ്പൊ ഇടുക്കി ഉൾപ്പെടെ അത് താങ്കൾ ചർച്ചകളിൽ സ്വാഭാവികമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടാണ്. ആ വാക്കുകളെ അങ്ങനെ കൂടി ജനങ്ങൾ വിലക്കെടുത്തിട്ടുണ്ട്. അല്ല എന്റെ സുഹൃത്തെ, നരേന്ദ്രമോദി മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ളത്. ഇടയ്ക്ക് കൂട്ടുകക്ഷി മന്ത്രിസഭയിലൊക്കെ വന്നപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. ഏതാണെങ്കിലും ഒരാളെ ലീഡ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഭരണം പോയിട്ടുള്ളത്, തെരഞ്ഞെടുപ്പ് പ്രചരണം പോയിട്ടുള്ളത്. ഇത്തവണ നരേന്ദ്രമോദി, അതിനുമ്പ് വാജ്പേയി, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പ്രതിപക്ഷത്തുണ്ടാവും. കോൺഗ്രസിന്റെ ആണെങ്കിൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, ഇവരെല്ലാം അങ്ങനെയല്ല. അവരാണ് പ്രധാനമന്ത്രിയാകുന്ന രീതിയിലാണ് പോയത്. സോണിയാഗാന്ധിക്ക് മാത്രം അങ്ങനെ പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല. അതൊക്കെ നമുക്ക് രാഷ്ട്രീയം പറയേണ്ട ഭിന്നത കാര്യം. ഇവിടെ എന്താണ്, ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയോ എന്നുള്ള വിശകലനം ചെയ്യുകയാണെങ്കിൽ BJP ജയിക്കട്ടെ. ഇപ്പൊ SRS പറഞ്ഞ എന്താ, വിദേശ രാജ്യത്ത് പോയിട്ട് എന്ത് നേടിയെന്നാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്തെ ഈ പാകിസ്ഥാനുള്ള ഇഷ്യൂ തന്നെ നോക്കിയാൽ മതിയല്ലോ. എല്ലാ രാജ്യങ്ങളും, ഈവൻ ചൈന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യക്ക് പുറകിൽ അടിയുറച്ച് നിൽക്കാനുള്ള കാരണം എന്താ? അല്ലാതെ എന്താ പിന്നെ അല്ല നേരത്തെ വിദേശ രാജ്യങ്ങൾ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത്? അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ ഒപ്പം നിൽക്കാനുള്ള, അതാണ് വിദേശ നയത്തിന്റെ ഗുണം. അദ്ദേഹം പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഞാൻ താങ്കളോട് പറയാം, അത് അഴിമതി രഹിതമായി കോൺഗ്രസിന് മുന്നിൽ വെച്ച ക്യാമ്പയിനെ വളരെ വിജയകരമായി രാജ്യത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിനായിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ അഴിമതി ആരോപണങ്ങളില്ല. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. അന്താരാഷ്ട്ര തലത്തിലും ആ പ്ലസ് പോയിന്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിന് ആശങ്കപ്പെടണം NDA സർക്കാർ എന്നാണ് SRS? NDA സർക്കാർ ആശങ്കപ്പെടുന്നില്ല എന്ന് അവർ പറഞ്ഞോ? അവർക്ക് നല്ല ആശങ്കയുണ്ട്. എന്തിനാ? മോദിയുടെ ശരീരഭാഷ തന്നെ കണ്ടാൽ അറിഞ്ഞൂടെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്? അദ്ദേഹം ശരിക്ക് തീ പിടിച്ച ജാതി ഓടി നടക്കുകയല്ലേ. ഇത്രയും വലിയ നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലുള്ള സംഭവവികാസങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം? ഒരു തരത്തിലും പേടിക്കണ്ട. റാഫേൽ അഴിമതി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുണ്ട് എന്നുള്ളതും അതിൻ്റെ തുക എവിടെയാണെന്നുള്ളതും അവർക്കൊക്കെ അറിയാവുന്നതാണ്. അതൊക്കെ വരും. ഇത് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അതെല്ലാം കുറേ കൂടി സുതാര്യമായി വെളിയിലേക്ക് വരും. അത് അങ്ങനെയാണല്ലോ ഇപ്പോൾ മറ്റേ UPയുടെ ഭരണകാലത്തെ അഴിമതികളെല്ലാം കുറേ കൂടി സുതാര്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അതുപോലെ ഇതും വരും. റാഫേൽ അഴിമതി നടന്നിട്ടില്ല എന്നും പറയാൻ കഴിയുന്ന തെളിവുകളൊന്നുമില്ല. എന്താ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ അറ്റോർണി ജനറൽ കിടന്ന് തകിടം പറഞ്ഞത്? ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് അറിഞ്ഞുകൂടി ഇതിനകത്ത് അഴിമതിയൊന്നും ഇല്ലായിരുന്നു എന്ന് ഇവർ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അഴിമതി തന്നെയാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഹിന്ദു പത്രം വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തന്നെയാണ് മറ്റേ ഇതിനു മുമ്പ് മറ്റേ ബോഫോഴ്സും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് അന്ന് ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ഇന്നിപ്പോൾ കയറി ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ രാജ്യത്ത് സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളെ പോലും കൊച്ചുവിലങ്ങിടുന്ന തരത്തിലല്ലേ അറ്റോർണി ജനറൽ മറ്റേ സുപ്രീം കോടതിയിൽ വാദിച്ചത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഭീഷണി മുഴക്കിയത്? ഈ തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിയും അവരെ മറ്റേ പ്രലോഭിപ്പിച്ചും ഒക്കെ അധികാരം തുടരാമെന്നാണ് ഇപ്പോഴും BJPയുടെ മനസ്സിലിരിപ്പ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അങ്ങനെ വരാം എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവൻ ജനങ്ങളെ പരിഹസിക്കുന്നതായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? അതൊക്കെ ഇങ്ങനെ വെറുതെ തമാശ പറയുന്നല്ലേ. 15 ലക്ഷം രൂപയിലെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് മോദി
അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്ത് നടന്ന് പ്രസംഗിച്ചത്? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പാടില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി അറിയാവുന്നതിന്റെ പേരിൽ പത്രത്തിൽ വന്ന വാർത്തയാണെന്ന് ഏതോ വിഡ്ഢി പറഞ്ഞത് കേട്ടിട്ട് ആ കാലത്ത് മുഴുവൻ അക്കാലത്ത് മുഴുവൻ പറഞ്ഞ പിണറായി വിജയൻ കള്ളനാണ് സത്യാവോ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് 2 കോടി തൊഴില് ഫേസ്ബുക്കിൽ വന്ന കാര്യം ഇങ്ങനെ പിന്നെ ആവർത്തിക്കരുത്. അത് അല്ല എന്നുള്ളത് ആവർത്തിക്കുമ്പോ അരോചകം തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. കർഷകരുടെ ആത്മഹത്യ എത്രയാണ് നടന്നത്? അതിന്റെ ഗുണഫലം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായി എന്ന് ശ്രീകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതാണ് ഒരു തരത്തിലും ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികൾ നിലപാടെടുക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം ഇവരുടെ കാര്യം എന്താ വെച്ചാൽ, ഒരു പാലം കിടക്കുവോളം നാരായണ നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ ഊരായണ ഊരായണ എന്നുള്ള സ്വഭാവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് AKG ഭവനിൽ വന്ന് കിടന്ന് കരഞ്ഞ ആളുകൾ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറി. പറയൂ. ശ്രീകുമാറും ശക്തിധരനും അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം നേരത്തെ വാജ്പേയി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകളെ പറഞ്ഞു പോയതുമാണ്. പക്ഷെ അതുപോലെ ഒരു വ്യക്തിയായി മാത്രം, വ്യക്തി കേന്ദ്രീകൃതമായി തന്നെ തീർച്ചയായും ആ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്നിൽ രാജ്യവും പൊതുജനവും ഒക്കെ അണിനിരക്കുന്നത് സ്വാഭാവികമാണ്. അത്ര കൊണ്ടൊരു സാധാരണത്വമുള്ള വ്യക്തി എന്ന നിലയിൽ തന്നെയാണോ മോദി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? NDA ആശങ്കകളില്ലാതെ മുന്നോട്ട് പോകുന്നു. GV ഹരി, അങ്ങനെ തന്നെയാണ് ശ്രീകുമാർ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നതും. ആനന്ദേ, ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഞങ്ങൾ അങ്ങനെയാണ് BJPയും CPM-ഉം. ഈ രണ്ടുപേരും ചെയ്യുന്നത് ഈ രാജ്യത്ത് ഒരേ കാര്യം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കുക പല കാര്യങ്ങൾ. ഡൽഹിയിൽ നരേന്ദ്രമോദി ചെയ്യുന്നതിന്റെ മറ്റൊരു പതിപ്പാണ് കേരളത്തിൽ ഇവിടുത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, CPM ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയും. ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാരും അൾഷിമേഴ്സ് ബാധിച്ച ആളുകളല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങളാരും വിദ്യാസമ്പന്നരല്ലാത്ത ആളുകളല്ല. എല്ലാവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒരു അഴിമതി ഇല്ല എന്നാണ് ശ്രീകുമാർ പറയണത്. ഒന്ന്, മോദി അധികാരത്തിൽ വരുമ്പോൾ 4000 കോടി രൂപ ആസ്തിയുള്ള നമ്മുടെ രാജ്യത്തെ BSNL എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 4000 കോടി രൂപയുടെ ആസ്തിയാണ്. ഇന്നെന്താ BSNLന്റെ അവസ്ഥ എന്നറിയോ? പിച്ചച്ചട്ടി എടുത്തിരിക്കുക. അതായത് ഈ മാസം 2019 ഫെബ്രുവരി മാസത്തെ ശമ്പളം കൊടുക്കാനായിട്ട് BSNL പൈസ ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? രാജ്യത്തെ കുത്തക സ്വകാര്യ കമ്പനികളെ വളർത്തുന്നതിന് വേണ്ടി സ്വകാര്യ കമ്പനികൾ 4Gയും 5Gയിലേക്കും കടക്കുമ്പോൾ ഇപ്പോഴും BSNL 3Gയിൽ നിൽക്കുകയാണ്. 3Gയും 4Gയിലേക്കും 5Gയിലേക്കും കടന്നു പോകുന്നതിന് വേണ്ടി BSNL കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് അതിന് അനുകൂലമായ ഒരു മറുപടി ഇതുവരെയും കൊടുത്തിട്ടില്ല. അതിന് പകരം ജിയോയെ വളർത്താൻ, അനിൽ അംബാനിയെ വളർത്താൻ, മുകേഷ് അംബാനിയെ വളർത്താൻ, നീരവ് മോദിയെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറുപടി പറയേണ്ടി വരും. ഇവിടെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ കൃത്യമായി ജനതയുടെ മുമ്പിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഞങ്ങളുടെ മുമ്പിൽ അണിനിരന്നില്ലെന്ന്. സാറേ, ഇത് ഈ രാജ്യത്ത് എപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒരു രാജ്യവും അംഗീകരിക്കുകയല്ല. ഒരു രാജ്യങ്ങളും അതിനെ പൂർണ്ണമായിട്ട് കൈയടിച്ച് സ്വീകരിക്കത്തൊന്നുമില്ല. അവരെല്ലാവരും അത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്ന രാജ്യത്തോടൊപ്പം നിൽക്കുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് NDAയുടെ വലിയൊരു നേട്ടമായിട്ട് കാണണ്ട. ഞാൻ കാണുന്ന ഒരു കാര്യം, ഇവിടെ ഇത്രയും വലിയ ഒരു സൈനികപരമായിട്ട് സൈന്യത്തിന്റെ മേഖലയിൽ ഉള്ള ഓരോ ആരോപണമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഏകദേശം 350 ടൺ സ്ഫോടന വസ്തു നമ്മുടെ രാജ്യത്തെ ഒരു കോൺവോയ്ക്കകത്ത്, ഒരു സൈന്യത്തിന്റെ കോൺവോയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സംഭവിച്ചു എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലെ പരാജയങ്ങൾ ഇവിടെ ഒരു മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം SRS ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റഫേലിനെ സംബന്ധിച്ചിടത്തോളം 30,000 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് അഴിമതി ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അതിനേക്കാൾ 100 മടങ്ങ് ഇരട്ടിയായിട്ടുള്ള കാര്യമാണിത്. 30,000 കോടി രൂപയുടെ റഫേൽ വിമാന അഴിമതി. ഈ അഴിമതി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവരെന്ന് അധികാരത്തിലേക്ക് താഴേക്ക് ഇറങ്ങി നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. SRS പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം സ്വാഭാവികമായ അതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. ഇവിടെ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇവരോട് ചോദിച്ച് ഈ റഫേലിന്റെ രേഖകൾ കൊണ്ടുവന്നപ്പോൾ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് ഇവർ പറഞ്ഞു. ആദ്യം ഇപ്പോൾ പറഞ്ഞു മോഷ്ടിച്ചത് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇവിടെ. നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പോലെ അല്ല കാര്യങ്ങൾ.
കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ആനന്ദിനെ സൂചിപ്പിച്ചു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ലോകത്ത് ജനാധിപത്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തിന്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിന്റെ രീതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു സംവിധാനമുണ്ട്, ഇൻഡെക്സ് ഉണ്ട്, സൂചികയുണ്ട്. വേൾഡ് ഡെമോക്രാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നു. എത്രാം സ്ഥാനത്താണെന്ന് അറിയാമോ നമ്മുടെ രാജ്യം ഇപ്പോൾ? 32ാം സ്ഥാനത്ത്. 165 രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ 165 രാജ്യങ്ങളിൽ 32ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ജനാധിപത്യം. നമ്മൾ 2014 മൻമോഹൻ സിംഗ് അധികാരം വിട്ടൊഴിയുമ്പോൾ 32ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ജനാധിപത്യം. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം 42ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. എങ്ങനെയാ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കഴുത്തിരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, മതേതരത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ദളിതരെ കൊല്ലാൻ ശ്രമിക്കുന്നു. പശുവിന്റെ പേരിൽ പശു ഇറച്ചി, ആളുകളുടെ വീട്ടിന്റെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പശു ഇറച്ചി കൃത്യമായി കണ്ടെത്തുന്ന ഇന്റലിജൻസിന് 350 കിലോ വരുന്ന RDX പൊട്ടിത്തെറിച്ചപ്പോ അത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ആളുകൾ ചർച്ച ചെയ്യില്ല ആനന്ദ്? ഇതൊക്കെയല്ലേ പ്രധാനം? ആനന്ദ് സൂചിപ്പിച്ചു, നിങ്ങളെപ്പോലുള്ള മില്ലിനിയം വോട്ടേഴ്സ് ആണ് ഇവിടെ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? 2000 ജനിച്ച ആളുകൾ ഇപ്പൊ ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാചക കസർത്തുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 40 രൂപയ്ക്ക് പെട്രോൾ, എന്തായി അവസ്ഥ കണ്ടില്ലേ? 86 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തു നമ്മുടെ രാജ്യത്ത്. അതും ലോകത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു ബാരൽ എണ്ണയ്ക്ക് വില കുറവുള്ള സമയത്ത്. വാഗ്ദാനങ്ങളും അങ്ങനെ നടത്തി മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല ശ്രീകുമാർ. ഏതായാലും 15 ലക്ഷമൊക്കെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെയായിരുന്നു. വലിയ അർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ തലമുറ ഗൗരവമായി അത് കാണുകയും ചെയ്യും. മറുപടി അർഹിക്കേണ്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പി ശ്രീകുമാർ പറയൂ. നേരത്തെ സൂചിപ്പിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ട്. ഒപ്പം നമ്മുടെ പ്രാദേശികമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലേ ശ്രീകുമാർ? അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? ആ നിലയിൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചില ആശങ്കകൾ NDAക്ക് ഇല്ല എന്ന് തീർത്തും പറയുക അത്ര എളുപ്പമല്ല ശ്രീകുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ശ്രീ ഹരി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഹരി പറഞ്ഞത് നമ്മളിവിടെ പറയുന്നതൊന്നും അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഹരി ചർച്ച തുടങ്ങിയത്. അത് തന്നെയാണ് കാര്യം. ഹരി പറയുന്നൊന്നും അല്ല യാഥാർത്ഥ്യം. അതുപോലെ ഇന്ത്യൻ ജനങ്ങൾക്കൊന്നും അൽസിമേഴ്സ് ഇല്ല. ഈ 2 കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. ഇവിടെ പറയുന്ന പോലെ ഒന്നും അല്ല. ഹരിയോ അല്ലെങ്കിൽ SRSO പറയുന്ന പോലെ ഒന്നും അല്ല കാരണം. ഞാൻ പറയുന്ന പോലെ അല്ലെന്ന് കരുതിക്കൂ. ഇന്ത്യൻ ജനങ്ങൾക്ക് അൽസിമേഴ്സും ബാധിച്ചില്ല. ഇവരൊക്കെ പറയുന്നല്ലോ എന്താ RDXന്റെ 300 കിലോ RDS കൊണ്ടുവന്നിട്ടൊന്നും ചെയ്തില്ലെന്ന്. ഹരിയെ പോലുള്ള ആൾക്കാർക്ക് പറയാൻ നാണമില്ലേ? നമുക്കറിയാം ഇവിടെ 44 നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചു. അതിനെതിരെ റിയാക്ഷൻ എത്ര കടുത്തതായിരുന്നു, എന്തെല്ലാം രീതി റിയാക്ട് ചെയ്തു എന്നുള്ളതെല്ലാം ചരിത്രം. പക്ഷെ ഇതിനു മുമ്പ് ഈ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഇവിടെ കുറെ അക്രമം ഉണ്ടായി. ബോംബെ റെയിലിൽ സ്ഫോടനം ഉണ്ടായി. അക്രമികൾ ഇവിടെ വന്ന് വെടിവെച്ചു വന്നു 170 പേരെ. എവിടെയല്ല, ഹൈദരാബാദിൽ സ്ഫോടനം, പഞ്ചാബിൽ സ്ഫോടനം, എല്ലായിടത്തും സ്ഫോടനം. 10, 30, 40, 170 ഒക്കെ പേര്, 100 പേര് മരിച്ചു. എങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കരുത് ശ്രീകുമാർ. ഞാൻ പറഞ്ഞ എന്നിട്ട് ഒരു റിയാക്ഷൻ പോലും ഉണ്ടായില്ല. എന്നിട്ടാണ് വലിയ ഇത് പറയുന്നത്. നമ്മളെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇത് ഉപയോഗിച്ചത് ആരാണ് ഉപയോഗിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇത് ഈ ആക്ഷൻ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. പട്ടാളക്കാരുടെ യൂണിഫോം ഇട്ട ചിത്രമാണ് ഞാൻ ഈ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ BJPയുടെ റാലിയിൽ പട്ടാളക്കാരുടെ യൂണിഫോം ഇട്ട് നിങ്ങൾ പ്രചരണം നടത്തുന്നു. അത് BJPയുടെ റാലി ഒന്നും ആയിരിക്കത്തില്ല, കോൺഗ്രസ് റാലി ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഇത് സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് വക്താവ് ഡൽഹിയിൽ പറഞ്ഞത് ഇത് മോഡി സർക്കാരിന്റെ പരാജയമാണെന്ന്. ഞാൻ പറഞ്ഞത് ഇവര് തന്നെ പറയാണ്, നമ്മുടെ വിദേശകാര്യ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വിദേശകാര്യമൊക്കെ നന്നായതിന്റെ ഉത്തരവാദിത്വം അല്ല അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ഉദ്യോഗസ്ഥർക്ക്, മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. പട്ടാളക്കാർ തിരിച്ചടിച്ച് ചെയ്യുന്ന ഗുണം ആർക്കാ? അതിന്റെ മിടുക്കൻ ആർക്കാ? സൈനികർക്ക്. പക്ഷെ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? സർക്കാരിന്. പ്രധാനമന്ത്രി രാജ്യത്തിനോട് പറയേണ്ടതുപോലെ അല്ല. പോസിറ്റീവ് നല്ല കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും രാജ്യത്തിന്റെ തിരിച്ചടിയാണെന്നും രാജ്യം മറുപടി കൊടുത്തുവെന്നും ഈ രാജ്യത്തിനോട് അതിനെ എല്ലാ കൈകളും സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്നു രാജ്യത്തെ ജനങ്ങൾ. പക്ഷേ എവിടെയൊക്കെയോ ആ വർത്തമാനം പറഞ്ഞു പോകാൻ തയ്യാറെങ്കിൽ അത് രാഷ്ട്രീയത്തിനപ്പുറം തെറ്റാണെന്ന് പറയുന്നു. പാകിസ്ഥാൻ ചരിത്രത്തിൽ കൊടുക്കാത്ത ഒരു അടി കൊടുത്തപ്പോഴത്തേനും അതിന്റെ ക്രെഡിറ്റ് സൈനികർ, ധീര ജവാന്മാരുടെ മിടുക്ക്, പട്ടാളത്തിന്റെ മിടുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു കുഴപ്പം വരുമ്പോ ഇന്റലിജൻസ് അവിടെ പരാജയപ്പെട്ട ഇന്റലിജൻസിന്റെ കുഴപ്പമല്ല. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നില്ല. പട്ടാളക്കാരുടെ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ പട്ടാളക്കാരെ കുറ്റം പറയുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം മോഡി. കുറ്റം മോഡിയും അതല്ല, അതൊരു മര്യാദ. SRS പറഞ്ഞ എന്താണ്? വിദേശകാര്യ അല്ല, SRS അല്ല, ഹരി പറഞ്ഞാണ് വിദേശത്ത് ഉണ്ടായ വിദേശ രാജ്യങ്ങളോട്ടുള്ള നല്ല ബന്ധത്തിന് കാരണം മിടുക്കന്മാരായ വിദേശകാര്യ ഉദ്യോഗസ്ഥരാണ്. അവരെ നയിക്കുന്ന ആരാ? സുഷമ സ്വരാജ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അതാണ് കാപട്യം. ഈ കാപട്യമൊക്കെ അൽസിമേഴ്സ് ബാധിച്ചവരല്ല ഇന്ത്യയിലെ വോട്ടേഴ്സ്. ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിയും, അതിന് വോട്ട് ചെയ്യും. SRS പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എത്ര സ്ഥലത്ത് മത്സരിക്കുന്നു? കോൺഗ്രസ് ആരാ നിങ്ങളുടെ നേതാവ്?
ഈ രാഹുൽ ഗാന്ധി ജയിക്കുന്ന ഉറപ്പുണ്ടോ? രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നത്? അവിടെ UP-യിൽ ഇത്തവണ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തോക്കും. മോള് മത്സരിക്കാൻ പേടിച്ച് നിൽക്കുവാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ വിശ്വാസം ഇല്ല. SRS പറഞ്ഞ അല്ല, പിന്നെ വേറെ കാര്യം ഞങ്ങളെ CPM-നെ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞു. അത് വേറെ പറയാം. അപ്പൊ അങ്ങനെയാണ് ബംഗാളിൽ എങ്ങനെയാണ് ആ ഒരു നാണയത്തിൽ ഒരു വശത്ത് കൊണ്ടുപോകണം. വേറെ സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളോട് കൂടുവോ? ഈ കോൺഗ്രസ്സുകാരെ ആർക്കും വിശ്വാസം ഇല്ലെന്ന് SRS പറഞ്ഞത് തന്നെയാണ് കാരണം. ശ്രീ GV ഹരി പറയൂ, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് അതിനുള്ളിലുള്ളത്. തിരിച്ചടിയെ കുറിച്ച് ശ്രീകുമാർ പറഞ്ഞു. ശ്രീകുമാർ ഒരു ഒറ്റ കാര്യം അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളുടെ പ്രധാനമന്ത്രിക്കോ നിങ്ങളുടെ ഈ വിദേശ ഡിഫൻസ് മിനിസ്റ്ററിനോ നിർമ്മല സീതാരാമനോ പോലും പറയാൻ പറ്റിയിട്ടില്ല അവിടെ എത്ര പേര് മരിച്ചു പോയി. എന്റെ നിങ്ങൾ തിരിച്ചടി കൊടുത്തു പറഞ്ഞു. റോയിട്ടേഴ്സ് ഞാൻ പറയട്ടെ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. എന്താണ് നിങ്ങൾക്ക് ഒരാളെയെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഈ പ്രധാനമായിട്ട് ഈവൻ മനോരമ ഉൾപ്പെടെ വലിയ വാർത്തയാണ്. റോയിട്ടർ ഉൾപ്പെടെ ആരെയും അങ്ങോട്ട് കേട്ടുന്നില്ല. പാകിസ്ഥാൻ എന്തോ മറച്ചു വെക്കാറുണ്ട് എന്നിട്ട് പറയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. സൈനിക മേധാവികൾ പോലും സ്ഥിരീകരിക്കാത്ത കണക്കുകൾ, ശ്രീകുമാർ, സൈനിക മേധാവികൾ പോലും സ്ഥിരീകരിക്കാത്ത കണക്കുകൾ പല മാധ്യമങ്ങളും വ്യാപകമായി ഉപയോഗിച്ചു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. അങ്ങനെ എനിക്ക് താല്പര്യമുള്ള ഈ വിഷയം പറഞ്ഞ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം പരിശോധിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പരിശോധിക്കേണ്ട ഒരു കാര്യവുമല്ല. പക്ഷെ ഒരിക്കലും പൊളിറ്റിക്കലായി ഇങ്ങനെ ഇത്രയും പേരെ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ, കൊല്ലാൻ കഴിഞ്ഞില്ലേ, ഇന്ന സൈനികർ നഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഈ ഗവൺമെന്റ് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ കഴിയും? പല വേദികളിലും ആ നിലയിൽ പല നിലയിലും ആ നിലയിലുള്ള സംസാരം ഉണ്ടായി. ശ്രീ SR ശക്തിധരൻ മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഗോവിന്ദ് പൻസാരെ, MM കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഡോക്ടർ നരേന്ദ്ര ദബോൽക്കർ അടക്കമുള്ള വളരെ നിർണായകമായി ഈ രാജ്യത്തിന്റെ സർഗാത്മക മേഖലകളിൽ ഇടപെട്ട ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ. പക്ഷെ അതിനൊരു ആൾക്കൂട്ടത്തിന്റെ അതിതീവ്രമായ അക്രമ സ്വഭാവം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന നിലയിലുള്ള വലിയ നിരീക്ഷണം ഉണ്ടാകുന്നു. അത് അപകടം ചെയ്യുമോ ഈ ഗവൺമെന്റിന്? ഇനിയും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാനോ തെരഞ്ഞെടുക്കാനോ തയ്യാറായാൽ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ ഈ ഘട്ടത്തിൽ? SR ശക്തിധരൻ. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവർ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ രാജ്യം ഇനിയും അപകടത്തിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് അവർക്ക് ഭരണഘടനയോട് യാതൊരു വിധത്തിലുള്ള കൂറുമില്ല, അവരതിനെ അംഗീകരിക്കുന്നുമില്ല. ഇതെല്ലാം അടിച്ച് ഉടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിനെതിരായിട്ട് വലിയ തോതിലുള്ള ജനകീയ രോഷം രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴും ഇന്ത്യൻ ജനതയുടെ 31% വോട്ട് ചെയ്തിട്ടുള്ളൂ അവർക്ക് അനുകൂലമായിട്ട്. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അവർക്കെതിരാണ്. എതിരല്ലെങ്കിൽ അവർക്കെതിരാവാൻ കഴിയുന്ന സാഹചര്യം അവരുണ്ടാക്കി. ഈ 31%ലേക്ക് വളരേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആനന്ദ് സൂചിപ്പിച്ച കുറേ ആളുകളുടെ പേരുകൾ, മറ്റേ ഗൽബുർഗി, മറ്റേ ഗൗരി ലങ്കേഷൊക്കെ തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം ഇന്ത്യയുടെ സാംസ്കാരിക മനസാക്ഷിയുടെ പ്രതീകങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവർക്കൊരു വിലയുമില്ല ഈ BJPക്കാർക്ക്. അവർക്ക് കുറേ സ്വാമിമാരാണ് വേണ്ടത്. ആ സ്വാമിമാരെയൊന്നും ഈ രാജ്യത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. അതിവിടെ ഇപ്പോൾ UP ഇലക്ഷൻ കഴിയുമ്പോൾ അവിടെ മനസ്സിലാവും എന്താ സംഭവിക്കാൻ പോണേ എന്നുള്ളത്. അതിനകത്ത് വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തുമ്പോൾ അവരിൽ പലരും പരസ്പരം തിരിച്ചറിയാത്തവരും പല മേഖലയിൽ നിന്നുമായി കേന്ദ്രീകരിക്കപ്പെട്ടവരുമാണ്. ഏത് വികാരമാണ് ഇവരെ നയിക്കുന്നതെന്നോ എന്താണ് ഇവരുടെ അതാണ് RSSന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന് പറയുന്നതാണ്. അവരവരുടെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് വെച്ചുകൊണ്ടാണ് അവർ മറ്റേ രാജ്യത്തെ ഈ വക സംഭവവികാസങ്ങളുടെയും പങ്കെടുക്കുന്നത്. അതിന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ മറ്റേ RSSന്റെ ഒരു മേധാവിത്വം കേരളത്തിലും വളർന്നു വരുന്നു, BJPക്കകത്തെന്നുള്ള ആക്ഷേപം വേറെ വരുന്നുണ്ട്.
ഇതാണ് ഈ പാർട്ടിക്കകത്ത് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അവരുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നാം കാണരുത്. അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ പശുവിനെ കൊന്നു തിന്നുന്ന ആളുകൾ പശുവിനെ കൊന്നു തിന്നുന്ന ആളുകൾക്കെതിരായിട്ടുള്ള അത്തരത്തിലുള്ള വികാരങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള അവരുടെ വിദ്വേഷം, വെറുപ്പ്, അതിനെയെല്ലാം അടിച്ചുടക്കാനുള്ളൊരു മനോഭാവം, ഇതൊക്കെ പയ്യെ പയ്യെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് മോദി ശ്രമിക്കുന്നുണ്ട്. അതിന് തടയിടുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് അവർക്കങ്ങനെ യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഈ പറഞ്ഞ ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കാൻ ശക്തിയായി നിൽക്കാൻ തയ്യാറായില്ല. അവരും ഇപ്പോൾ രാജസ്ഥാനിലും മറ്റുമൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരും പശുവിനെ ആരാധിക്കാൻ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഇവരുടെ മൃദുത്വ ഹിന്ദുത്വവും അവരുടെ തീവ്ര ഹിന്ദുത്വവും. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ വേണോ വേണ്ടയോ എന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് BJPയുടെ മുദ്രാവാക്യം. കോൺഗ്രസ് അത്ര ആ അറ്റം വരെ പോകുന്നില്ല. പക്ഷേ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നു. ഇതിനെയാണ് മറ്റുള്ള ആളുകൾ എതിർക്കുന്നത്. ഇങ്ങനെ എതിർക്കുന്നതിനെ അതൊരു എതിർപ്പല്ല, അത് രാജ്യത്തിൻ്റെ ശബ്ദമല്ല എന്ന രീതിയിൽ അവഗണിച്ച് കളയുന്നൊരു സമീപനം അത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും പുരോഗതിക്കും ഒരു തരത്തിലും യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടായോ BJPയുടെ ഗവൺമെൻറ് വന്നിട്ട് സാമ്പത്തിക മേഖലയിൽ? പെട്രോളിൻ്റെ വിലയൊക്കെ ഇവിടെ പറഞ്ഞല്ലേ, ഞാനതൊന്നും പറയുന്നില്ല, ചർവീതർ പടം പോലെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു നാണവും മാനവും ഇല്ലാത്ത ഗവൺമെൻറ് പിന്നെ എന്ത് ചെയ്യാൻ? പി. ശ്രീകുമാർ പറയൂ, ഈ പാർലമെന്റിൽ അടക്കം വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയത്തിനെയും പ്രതിനിധീകരിക്കാത്ത രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി പ്രധാനമന്ത്രി പറയുന്നത് പാർലമെന്റിലായിരിക്കണം. ആ മറുപടിയാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും അപ്പോൾ തന്നെ എത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിലോ പാർട്ടി വേദികളിലോ സംസാരിക്കുമ്പോഴാണ്. ഈ പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോഴും രാജ്യമാകെ ബഹുമാനിക്കുകയോ അക്കാഡമിക് രംഗത്ത് വില കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയും അതും തുടർച്ചയായൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിരന്തരം ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി ഇതിൽ ഇടപെടണം. അങ്ങനെ ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഇതിന് പിന്നിലൊരു വികാരമായി ഒരു പ്രോത്സാഹനമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി പറയണം, തുറന്ന് പൊതുസമൂഹത്തിൽ പറയണം എന്നൊക്കെ ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹം വളരെ നിശബ്ദനായിരുന്നു. ശ്രീകുമാർ, പാർലമെന്റിൽ പോലും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പുതിയ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ കാണേണ്ടത്? ശ്രീകുമാർ, അല്ല, പലപ്പോഴും സംസാരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞത് തെറ്റ്. ഈ ആവശ്യം വന്നപ്പോഴൊക്കെ ഇക്കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നില്ല എന്നുള്ളത് സത്യം. നമുക്കറിയാം പശുവിന്റെ ഭാഗത്തിനൊക്കെ അതായത് സംസ്ഥാന സർക്കാരുകൾ കർശനമായ നടപടിയെടുക്കാനല്ലാതെ പ്രധാനമന്ത്രിക്ക് എന്താ പറയാൻ പറ്റുന്നത്? കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് കേരള സർക്കാരല്ലേ? ഇതൊക്കെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ഓരോ കൊലപാതകങ്ങളും വ്യക്തികൾ കൊലപാതകങ്ങളും നടത്തുന്നതൊക്കെ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്താ പ്രധാനമന്ത്രി? പിന്നെ ഇപ്പൊ ആനന്ദ് പറഞ്ഞതാണ് വർഗീയ സംഘർഷങ്ങളും മതസംഘർഷങ്ങളും പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കരുതി കൂട്ടിക്കൊണ്ട് ഗുൽബർഗി, ലങ്കേഷ്, ലത ഇവരെ കൊന്നുവന്ന്. ഇവര് വർഗീയ കൊലപാതകമാണോ? അതൊക്കെ എവിടെ മതസ്പർദ്ധ, എവിടെ വർഗീയ കലാപം? ആ വാക്കി തന്നെ പറയാണ് ഇതുവരെ ആരാണ് ഇതിന്റെ ആൾക്കാർ? ഈ കൊലപാതകങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ? പരസ്പരം ബന്ധമില്ല, ഇവർ തമ്മിൽ അറിയത്തില്ല, ഇതിന്റെ പോയിന്റ് എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നിട്ട് പറയാം ഇത് RSS ആണെന്ന് പറയാ. ഇതാണ് തട്ടിപ്പ്. ഈ കൊലപാതകം കർണാടകയിലായിരുന്നു കൊലപാതകം നടന്നത്. അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ്. ഇപ്പോഴും കോൺഗ്രസ് പിന്തുണയുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയില്ല. ആരാണ് ആ സംഘം തന്നെ എല്ലാ കേസുകളും അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഇല്ല, ഞാനതിനോട് പറഞ്ഞില്ല RSS എന്ന് ഇതുവരെയും ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ തീവ്ര ഹിന്ദു നിലപാടുകളുമായി ആരാണ് ശിവജി എന്ന് എഴുതുന്ന പുസ്തകം എഴുതുന്ന ആളിനെ കൈകാര്യം ചെയ്യുന്നു? ഹിന്ദുക്കളല്ലേ ഈ പരിശോധിക്കുന്ന? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ശ്രീകുമാർ പറയാനാവുക? അവരങ്ങനെ കോൺഗ്രസ് നേതാവായ യൂത്ത് കോൺഗ്രസ് മുസ്ലിം യുവാവിനെ CPM-കാർ കൊന്നു. അത് വർഗീയ സംഘർഷമായിരുന്നോ? വർഗീയ കൊലപാതകമായിരുന്നോ? സാമാന്യവൽക്കരിക്കാൻ കഴിയുന്നതല്ലല്ലോ ഈ കൊലപാതകങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ പറയാനാവുക? ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന് എനിക്ക് തോന്നുന്നു നരേന്ദ്ര ദബോൽക്കർ മാത്രമാണ് എനിക്ക് തോന്നുന്നത് CPI-യുമായി ഇന്നലെ അവിടെ നക്സലൈറ്റിനെ വെടിവെച്ച് കൊന്നു. ഒരു മുസ്ലിമാണ്. അത് വർഗീയ കലാപമായിരുന്നോ? പോലീസുകാർ മുസ്ലിമിനെ ജീവിഹരി ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട്, നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന സ്ഥലത്ത് പോലും ഇത്തരം മൃഗീയമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ സാധാരണഗതിയിൽ അവരുടെ പേര് ഹിന്ദു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിനുള്ളിൽ
വലിയ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എത്ര വാദിച്ചാലും അതിൽ തർക്കങ്ങളുണ്ട്. തീർച്ചയായും വലിയ നിഗൂഢതകൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ട്. നരേന്ദ്ര ദബോൽക്കറുടെയും ഗൗരി ലങ്കേഷിന്റെയും കലബുർഗിയുടെയും അടക്കം. കാരണം ഇവരൊന്നും ചെറിയ ആളുകളല്ല. വളരെ കൃത്യമായ അക്കാഡമിക് ലെവലിൽ ആഴത്തിൽ ഇടപെടുകയും ഡോക്ടറേറ്റ് നേടുകയും വൈസ് ചാൻസലർ വരെ എത്തുന്ന പദവിയിലേക്കൊക്കെ മാറിയ ആളുകളാണ്. ഇവരെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊന്നുകളയുന്ന നിലയിലേക്ക് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ മോദിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം പറയുന്നു, RSSന് പങ്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെ ശരിക്കും ഒളിവിലിരിക്കുന്ന ആളുകളെ കണ്ടെത്താനുമായിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ആശങ്കയായി ഉയർന്നു വരും? ഞാനിത് ചോദിക്കുന്നത് വലിയ ആശങ്കയായി ഇത് ഉയർത്തിയെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഇതിനോടകം എന്നുള്ളത് കൊണ്ടാണ്. ആനന്ദേ, ഇതിനകത്ത് കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയും. നമ്മളിനി എന്തെല്ലാം തെളിവ് നിങ്ങൾ നിരത്തിയാലും അവരെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവരെ ഇനി എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം പറയാം. നമുക്കറിയാം, മഹാത്മാഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ ആ ജീവത്യാഗം ചെയ്തിട്ടുള്ള ദിവസത്തിൽ നമ്മൾ കണ്ടതാണ് ഹിന്ദു മഹാസഭയുടെ പൂനം ഭദ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ മഹാത്മാഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് പ്രതീകാത്മകമായി വെടിവെക്കുന്നത് നമ്മൾ കണ്ടു ഈ രാജ്യത്ത്. ഇല്ലേ? ഇവരുമായി ഒരു ബന്ധമില്ലെന്നവർ പറയട്ടെ, ഇവരുമായി ഒരു ബന്ധമില്ലാത്തവരാണെന്ന് പറയട്ടെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശൗര്യ ദിവസ് അവർ ആഘോഷിച്ചത് അങ്ങനെയാണ്, അവരതിനെ ആഘോഷിച്ചത് അത്തരത്തിലാണ്. ഇത് അതായത് മഹാത്മാജി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഈ രാജ്യത്തിന് നമ്മളെല്ലാവരും ലോകം മുഴുവൻ ആരാധിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ നെഞ്ചത്ത് വെടിവെച്ചിട്ടാണ് ഇവർ ആഘോഷിച്ചത്. പക്ഷെ അതിലും മോദിക്കോ RSSനോ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് ഈ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നോട്ട് നിരോധനം കടന്നു വന്നു. നോട്ട് നിരോധനത്തെ കുറിച്ച് കണക്ക് പറയാം. എന്താ ശ്രീകുമാറിന് പറയാനുള്ളത് പറയട്ടെ. 17,720 കോടി രൂപ ആണ് നമുക്ക് രാജ്യത്ത് എത്താതിരുന്നിട്ടുള്ളത്, ഇല്ലേ? ഈ ബാക്കി എല്ലാ പണവും തിരിച്ചു വന്നല്ലോ. അതാണ് ഏറ്റവും പുതിയ കണക്ക്. ഞാൻ കണക്ക് കുറിച്ച് പറയാ. ഇനി 2016-17 7,965 കോടി രൂപ നമ്മൾ പുതിയതായിട്ട് നോട്ടടിക്കാൻ ചെലവായി. 2017-18 4,912 കോടി രൂപ പുതിയ നോട്ടച്ചടിക്കാൻ ചെലവായെന്നാണ് കണക്ക്, റിസർവ് ബാങ്കിന്റെ കണക്ക് പറയുന്നത്. ഈ കണക്ക് കൂടാതെ ഈ 2000-ന്റെയും പുതിയ 500-ന്റെയും നോട്ടുകൾ അച്ചടിച്ചതിന്റെ 53-ാമത്തെ ദിവസം ഈ രാജ്യത്ത് കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു. എത്ര പേരാ സാർ മരിച്ചത്? എത്ര പേരാ സാർ ATM-ൽ ക്യൂ നിന്ന് മരിച്ചത്? എത്ര പേര് മരിച്ചു? നിങ്ങളിത് ഉത്തരം പറയണ്ടേ? നിങ്ങൾ വിചാരിച്ച് കാണും ആളുകൾ ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടെന്ന്. ആളുകളൊന്നും ഇതൊന്നും അത്ര എളുപ്പത്തിൽ മറക്കില്ല. നിങ്ങൾ ഓരോ ദിവസവും ആനന്ദ്, ഇവിടെയാണ് നിങ്ങൾ BJP-യുടെ തന്ത്രം കാണേണ്ടത്. BJP പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വൈകാരികമായ വിഷയങ്ങൾ എടുത്തിടുന്നു. നേരത്തെ എന്താ സംഭവിച്ചത്? കമ്മ്യൂണൽ റൈറ്റ്സ് ആയിരുന്നു അധികാരത്തിലെത്താൻ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് പാകിസ്ഥാന്റെ മേലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കായി. ഇവിടെ ഇവരെന്ത് പറഞ്ഞതറിയോ? അതുകൂടെ കേൾക്കണം. സർജിക്കൽ സ്ട്രൈക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഈ രാജ്യത്ത് 1947 ശേഷം 2019 വരെ ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ 13 സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇവരെന്താ പ്രചരിപ്പിച്ചെന്നറിയാമോ? രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. അതായത് ആദ്യം മോഡി വന്നതിന് ശേഷം ഒന്ന്, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കൊടുത്തുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു. ഇനി എല്ലായ്പ്പോഴും ആരോ പറഞ്ഞതുപോലെ എന്താണ് ചക്ക വീണ് മുയൽ ചാവും എന്നാണ് നിങ്ങൾ ആരും ധരിക്കേണ്ട. ഒന്ന്, ഇനി SRS പറഞ്ഞല്ലോ ഇവിടെ ഇവരുടെ ഒരു ഉന്മൂലന സിദ്ധാന്തം. സാറേ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതയിലെ പൂ കരിഞ്ഞിട്ടില്ല, ഇപ്പോഴും കരിഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ആനന്ദെ പറഞ്ഞത് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന്. ഈ കൽബുർഗിയെ പോലെയും അതോടൊപ്പം ഗൗരി ലങ്കേഷിനെ പോലെയും തന്നെയും ഈ കാസർഗോഡ് ജില്ലയിൽ ഇനി ഏറ്റവും രസകരമായ സാർ കൂടെ കേട്ടോളം, ബഹുമാനായ കേരളത്തിന്റെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം കേട്ട് കോരി തിരിച്ചുപോയി കേരളത്തിലെ വോട്ടർമാര്. എന്താണെന്ന് അറിയാമോ? അക്രമ രാഷ്ട്രീയത്തിനെതിരെ അങ്ങയുടെ സ്ഥാനാർത്ഥിയുടെ പേര് P ജയരാജൻ. സാറേ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആ P ശശിക്ക് ഒരു സീറ്റ് കൂടെ കൊടുക്കാമായിരുന്നു. P ശശിക്ക് വേണ്ടി, ആ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി P ശശിക്ക് ഒരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇത് പൂർണ്ണമാകുമായിരുന്നു എന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് SRSനെ പോലുള്ള ആളുകൾ അങ്ങനെയൊന്നും പറയരുത്. രാജ്യത്ത് 60 വർഷക്കാലം ഈ രാജ്യത്തിന്റെ അല്ലല്ല, ഈ ഹരി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ കാസർഗോഡ് ഉണ്ടായിരുന്നു, അതിനാരും നമ്മുടെ സംസ്ഥാനത്ത് സാറേ ഈ CBI-യിൽ ഇതിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഷുക്കൂർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആളിനാണ് സാർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിന് മറുപടി പറയൂ സാർ. ഈ P ജയരാജൻ CBI പ്രതിയാണ്. നമ്മുടെ
ഏതായാലും തീർച്ചയായും ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം അക്രമ കൊലപാതകങ്ങളെ തീർച്ചയായും പാടെ തള്ളിക്കളയേണ്ടതുണ്ട്. പുതിയ കാലം ആ നിലയിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഇത്തരം കൊലപാതകങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ്. ശ്രീ പി ശ്രീകുമാർ, ഏതായാലും നമുക്ക് ഏറ്റവും ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ശതമാന കണക്കുകളുടെ ഒരു പരിശോധന മോദി അധികാരത്തിൽ വന്നത് മുതൽ രാജ്യത്താകെ നടന്നതാണ്. അതിന്റെ ഒരു യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ മോദി അല്ലെങ്കിൽ BJP ഗവൺമെന്റുകൾ അധികാരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിപക്ഷത്ത് ഉള്ള ആളുകൾക്ക് ലഭിച്ച ശതമാനത്തിനേക്കാൾ കുറവാണ് ഇപ്പുറത്ത് ഗവൺമെന്റ് ഭരിച്ച ആളുകൾക്കുള്ളത്. ആ നിലയിൽ പ്രതിപക്ഷം എല്ലാവരും സംഘടിക്കുന്നു. ഒരുപക്ഷെ പ്രാദേശികമായ പാർട്ടികളെ മോദി സർക്കാർ പ്രത്യേകിച്ച് BJP അട്ടിമറിക്കുന്നു എന്ന ഭയത്തിലും പല സംസ്ഥാനങ്ങളിലും വലിയ പ്രതിപക്ഷ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. ഇത് മോദിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്തുമോ? ഈ ആത്മവിശ്വാസമെല്ലാം തകിടം മറിയാൻ ഇത്തരം ഒരു കൂടിച്ചേരൽ കാരണമാകുമോ? ശ്രീകുമാർ, എന്റെ ആനന്ദ് SRS ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം ഏത് സർക്കാരാണ് 50% കൂടുതൽ വോട്ടോടി ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. എത്ര ഇല്ലല്ലോ. കേരളത്തിൽ പിണറായി സർക്കാരിന് 50% കൂടുതൽ സീറ്റ് വോട്ടുണ്ടോ? അപ്പൊ അത് ഈ ശതമാനം എപ്പോഴും 30, 35, 40 വലിയ ശതമാനം. അതൊരു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാഥാർത്ഥ്യമാണ്. അല്ലാതെ 50% കൂടുതൽ കിട്ടുന്നവരെ രാജ്യം ഭരിക്കാവുള്ളൂ എന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പല സംസ്ഥാനങ്ങളുടെയും നിർണായകമായ ചില ശക്തികൾ ഒരുമിച്ച് നിൽക്കും. 100 സീറ്റ് കിട്ടി ഭരിക്കുന്ന ഈ മുന്നണികൾക്ക് പോലും 40, 42, 45% കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരം ഇനി അഥവാ ഹൃദയഭൂമികളിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ പോലും 50% കൂടാറില്ല. മറ്റ് പാർട്ടികളുടെ കൂടി 50-ക്കൊക്കെ അറൗണ്ട് ചെയ്ത് നിൽക്കും. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ 50 കൂടാറുണ്ട്. ഗുജറാത്തിലൊക്കെ 52, 53, 55 വന്നിട്ടുണ്ട്. ബംഗാളിൽ CPM തുടർച്ചയായിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ മിക്ക പ്രാവശ്യങ്ങളും 50 കൂടായിരുന്നു. അങ്ങനെ റെയറായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ റെയറായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ കണക്ക് പറഞ്ഞ് ചുമ്മാ ഒരു രാഷ്ട്രീയം പറയാമെന്നല്ലാതെ ആ കണക്കിൽ വലിയ കാര്യമില്ല. വോട്ട് നമ്പറാണ്, തലയെണ്ണിയാണ് നമ്മുടെ കൂടുതൽ സീറ്റ് അത്ര കിട്ടുന്നു അവരെയാണ് ഭരണത്തിൽ വരുന്നത്. അത് തന്നെയാണ് ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യം. അത് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ഇലക്ഷൻ നിൽക്കുമ്പോൾ അത് അംഗീകരിക്കണം. ജയിച്ചു കഴിയുമ്പോൾ BJPക്ക് ഇത്രയും പേരുടെ ശതമാന കണക്കുകളൊന്നും മുന്നോട്ട് വരുന്നത് ശുദ്ധ ഭോഷ്കാണ്. രണ്ടാമത് ഈ BJP ഇപ്പൊ 280 കൂടുതൽ കിട്ടിയത് കൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. ഇപ്പറേ ആര് ഭരിക്കാൻ പറ്റും? ഒരേ നാണയത്തിന് രണ്ട് വശം ഒരാൾ പറയുന്നു, രണ്ടു കൂട്ടരും അങ്ങനെ പറയുന്നു. BJPയെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം രാജ്യം ഭരിക്കണമെങ്കിൽ ആരാണോ ഉള്ളതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? കോൺഗ്രസിന് പറ്റുമോ? 44 നിന്ന് എത്ര കിട്ടും? എത്ര കിട്ടിയാൽ എവിടെ കിട്ടും? അതാണല്ലോ കോൺഗ്രസിന് വിപുലമായ ഒരു സഖ്യത്തിന് നേതൃത്വം ഇടയ്ക്ക് ചോദിച്ച പോലെ നിങ്ങൾ എത്ര സ്ഥലത്ത് മത്സരിക്കുന്നു ചോദിച്ചത് പോലും ഉത്തരവില്ല. UP പോലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും മത്സരിക്കാൻ പോലും അവർക്ക് സ്ഥാനാർത്ഥികളില്ല. പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ പേടി. ഇവര് തോറ്റു പച്ചടപ്പുന്ന ഒരു മത്സരിക്കാൻ സ്ഥാനാർത്ഥി കേരളത്തിനെ കുറിച്ച് കൂടി നമുക്ക് പരാമർശിച്ച് അവസാനിപ്പിക്കാൻ ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയില്ല. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തായിരിക്കും മത്സരിക്കുന്നതെന്ന് പാർട്ടി പറയാത്തോണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. SRSനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അതായത് ഏകദേശം ഉറപ്പിച്ചതാണ്, ഇന്നലെ ഉറപ്പിച്ചതല്ല, ഇലക്ഷൻ ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ച കാര്യമാണ് തിരുവനന്തപുരത്ത്. അല്ല, അതുകൂടി കൂട്ടി താങ്കൾക്ക് ഈ ചർച്ച കേരളത്തിന്റെ ഒരു പരിശോധന കൂടി നമുക്ക് നടത്താം. എന്തായാലും സമയം അവസാനിക്കുകയാണ്. കേരളത്തിൽ എന്താണ് ഈ മോദി സർക്കാരിന്റെ പ്രഭാവം ഏൽക്കാൻ കഴിഞ്ഞത്? താങ്കൾ പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ഗവൺമെന്റ് എന്നാണ്. കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ സാഹചര്യം മാറി. താങ്കളും ആ പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇടപെടുക എന്ന് എനിക്ക് കരുതാൻ കഴിയില്ല. കാരണം ജയലളിത ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ പല സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. അത്ര മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി BJPക്ക് വീണ്ടും വേരുറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഇന്ത്യയുടെ ആകെ സംസ്ഥാനങ്ങളിൽ ഉള്ളത് എന്നൊരു ചോദ്യം. പിന്നെ സ്പെസിഫൈ ചെയ്ത് താങ്കളാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചതുകൊണ്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ ഈ ലോക്സഭയിലേക്ക്? എന്താണ് ആ നിലയിലുള്ള വിലയിരുത്തലുകൾ കൂടി? ശ്രീകുമാർ, BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് ആരെങ്കിലും പറയൂ? രാഷ്ട്രീയത്തിന്റെ ABCD അറിയാവുന്ന കേരളത്തിലെ സിൻസിയറായിട്ട് ആരെങ്കിലും പറയൂ BJP അക്കൗണ്ട് തുറക്കില്ലെന്ന്? കേരളത്തിലെ കാര്യമാണ് താങ്കൾ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ശ്രീകുമാർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക്? ഞാനിപ്പോ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്, അതറിയാമല്ലോ. തിരുവനന്തപുരത്ത് അത് 100% ജയിക്കുന്ന ആളാണ്. അതുപോലെ സ്ഥാനാർത്ഥികൾ വരട്ടെ. BJP ഇത്തവണ അക്കൗണ്ട് തുറത്തിരിക്കും. കോട്ടയത്ത് PC തോമസ് ആണെന്നും പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവിടെ പിന്നെ ആര് ജയിക്കാൻ പോകുന്നു? അവിടെ ഇപ്പൊ UDF സ്ഥാനാർത്ഥിയില്ല. VN വാസവനാണ് ഇടതുപക്ഷത്തിന്റെ, അറിയാമല്ലോ. ഇപ്പൊ നിന്നപ്പോ തോറ്റുപോയി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ BJPക്ക് സാധ്യതയുണ്ട്, രാഷ്ട്രീയ സാഹചര്യമുണ്ട്, കേന്ദ്രത്തിന്റെ ഭരണത്തിന് ഇതുണ്ട്.
മറ്റ് ശബരിമല പോലുള്ള ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെ BJPക്ക് അല്ലാതെ ശ്രീ ഹരി, തീർച്ചയായും ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ നിർണായകമായി ഇലക്ഷനെ സ്വാധീനിക്കുന്ന കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുമോ? 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് ഇത്രയും നേരം സൂചിപ്പിക്കപ്പെടാത്തൊരു വാക്കുകൂടിയായിരുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വളരെ നിർണായകമായി കേരളത്തിൽ സീറ്റ് തുറക്കുമെന്ന് അദ്ദേഹം 100% ഉറപ്പിച്ച് പറയുകയാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ. ശ്രീകുമാർ 15 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. 15 സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയും. ഇത്തവണ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPT അത് നടപ്പാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ നമുക്കുണ്ടായിരുന്ന ചില ആശങ്കകൾ ഒഴിയുന്നു. തീർച്ചയായും. കാരണം ഇത് വളരെ സീരിയസ് ആയി നമ്മൾ ഇവിടെ നമുക്കറിയാം മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ഒരു കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല എന്ത് കണക്കിന്റെ പ്രകാരമാണ് ജന്മഭൂമിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ ഒരാൾ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ സർവേകളും കേരളത്തിൽ 16 സീറ്റുകൾ 17 സീറ്റുകൾ ഒക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സർവേ മാത്രമേ അങ്ങനെ അല്ലാതെ ഉള്ളൂ. ബാക്കി മുഴുവൻ സർവേകൾ നമുക്ക് അങ്ങനെ പറഞ്ഞിരിക്കുക. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാണ്. ഒന്ന്, നേരത്തെ ഇവിടെ ശ്രീകുമാർ സൂചിപ്പിച്ച ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത്, ശബരിമലയുടെ കാര്യത്തിൽ ഒരു ചെറു വീരലനക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഈ പറയുന്ന ഇരുമുടിക്കെട്ടുകൊണ്ടും അതോടൊപ്പമുള്ള പ്രഹസനങ്ങൾ കാണിച്ചു എന്നുള്ളതല്ലാതെ വിശ്വാസികൾക്കൊപ്പം നിൽക്കാനും വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിനകത്ത് ഉള്ള വേറെയും പല വിഷയങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, സമീപനങ്ങൾ ഒക്കെ തന്നെ. അതോടൊപ്പം BDJS എന്ന് പറയുന്ന അവർ പറയുന്നു അവർക്ക് അതുകൊണ്ട് വലിയ ഗുണമുണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം BJPയിൽ നിന്ന് സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അനന്ത, ഞാൻ പറയുന്നൊരു കാര്യം, ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ദയവായി മില്യനിയം ചെറുപ്പക്കാരായിട്ടുള്ള മില്യനിയം വോട്ടേഴ്സിനോടുള്ള എനിക്കുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ കന്നി വോട്ട് പാഴാക്കരുത്. അത് കോൺഗ്രസിന് തന്നെ കൊടുത്ത് അവരെ വിജയിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അത് പാഴാക്കരുത് എന്നാണ് എനിക്ക് തീർച്ചയായും കന്നി വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് ഈ കോൺഗ്രസ് എന്തായിരുന്നു എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. കേരളത്തിൽ പ്രത്യേകിച്ചും ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഒന്നും BJPയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ജയിച്ചു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല സാമാന്യഗതി. അല്ല, ഞാനും സാമാന്യമായി ചിന്തിച്ചത് ശബരിമല എന്ന് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയില്ല. ശബരിമലയൊക്കെ ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നേ പോയി. ഇതൊക്കെ ഇവർ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പൊ ഇലക്ഷൻ കാലത്ത് പറയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതെ, അല്ലല്ല, അൽഷിമേഴ്സ് ബാധിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ രാജ്യം അത് ഈ ഹിന്ദു വർഗീയവാദമാണ് ഈ പറഞ്ഞത്. ശശി തരൂരിനായിരിക്കും. കാരണം ഹിന്ദു വർഗീയവാദമാണ് ഇവർ പറയുന്നത്. ഈ ഹിന്ദുക്കൾ മുഴുവൻ വോട്ട് ചെയ്ത് കൊടുക്കുമെന്നല്ലേ ഈ പറയുന്നത്. അത് കിട്ടിക്കോട്ടെ അവർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ കുമ്മനം രാജശേഖരൻ ഇവിടെ നിന്ന് ജയിക്കുമെന്നല്ല, അതാണല്ലോ ഏക പ്രതീക്ഷ. പക്ഷേ വളരെ സുന്ദരമായി ദിവാകരൻ നടന്നു കയറി പോകും. നോക്കിക്കോ. ശരി, ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതായാലും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിൽ പോളിംഗ് ഏപ്രിൽ 23-ന് 3ാം ഘട്ടത്തിലാണ്. വോട്ടെണ്ണൽ മെയ് 23-നാണ്. വളരെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അറിയാൻ നമുക്കിനി മാസങ്ങൾ മാത്രമാണ് കാത്തിരിക്കേണ്ടത്. തീർച്ചയായും വളരെ ആലോചിച്ച് നിർണായകമായി ഈ രാജ്യത്തിനെ ഭരിക്കേണ്ടവരെ തീരുമാനിക്കേണ്ട നിലയിലേക്ക് യുവത്വവും മുഴുവൻ ആളുകളും മാറേണ്ടതുണ്ട്. ആ ഒരു സന്ദേശം കൂടി ന്യൂസ് ആൻഡ് വ്യൂസ് മുന്നോട്ട് വയ്ക്കുന്നു. കൃത്യമായി പരിശോധനകൾ നടത്തുക, നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് സ്വയം തീരുമാനിക്കുക. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി.